പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ബാക്ക്ലാഷ് 2025 കൺഫേം ചെയ്തിട്ടുള്ള 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയ ബെക്കി ലിഞ്ചിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിന സൂപ്പർ താരമായ റാൻഡി ഓർട്ടനെതിരെ ഓർട്ടന്റെ ജന്മനാട്ടിൽ വെച്ച് നടക്കുന്ന ബാക്ക്ലാഷിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ 2 മത്സരങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോ എപ്പിസോഡിൽ സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറിനോട് സാമി സെയിനെ സ്പിയർ ചെയ്ത് ആക്രമിക്കാൻ പറയുന്ന ആ ഒരു മൊമെൻറ്റ് സെത്ത് റോളിൻസ് കാണിച്ച ആ ഒരു സിമ്പലുണ്ട്. ആ ഒരു സിമ്പൽ അതിന് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സിമ്പൽ കാണിക്കുന്നത് ഐക്കോണിക് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിന് മുൻപായിരുന്നു. അതായത് ജോൺ സിനയുടെ എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഹീൽ ടേണിന് മുൻപ് റോക്ക് ജോൺ സിനയോട് കാണിക്കുന്ന സിമ്പലിന് സമാനമായിട്ടുള്ള ഒരു സിമ്പലാണ്, ഒരു സൈനാണ് അവിടെ സെത്ത് റോളിൻസ് ബ്രോൺ ബ്രേക്കറിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റോക്കും സെത്തും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഈ സ്റ്റോറി ലൈനിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു ബാക്ക് സ്റ്റേജ് ന്യൂസിൽ റോക്കിൻ്റെയും അതുപോലെ തന്നെ സെത്ത് റോളിൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാൻ അല്ല ഇപ്പോൾ അവർ പുതുതായി രൂപീകരിച്ചിരിക്കുന്ന പോൾ ഹേമൻ, ബ്രോൺ ബ്രേക്കർ, സെത്ത് തുടങ്ങിയവരുടെ സ്റ്റോറി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ റോക്കിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു സ്റ്റോറി സെത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഫാക്ഷനിലേക്ക് കടന്നു വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ള ചില ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ബിൽഡപ്പ് ആയിരിക്കാം ചിലപ്പോൾ സെത്ത് റോളിൻസ് ആ ഒരു സൈൻ കാണിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. നിലവിലെ പ്ലാൻ അനുസരിച്ച് റോക്ക് ആ ഒരു പ്ലാനും അതുപോലെ തന്നെ സെത്ത് റോളിൻസിൻ്റെ പ്ലാനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലേക്ക് പുതിയ മെമ്പേഴ്സ് വരുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് നിലവിൽ ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലേക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ നിലവിൽ പ്ലാൻ ഇല്ല എന്നാണ്. പോൾ ഹേമൻ മാനേജർ റോൾ ചെയ്യുന്ന സെത്ത് റോളിൻസ് നേതൃത്വം കൊടുക്കുന്ന ബ്രോൺ ബ്രേക്കറിനെ പോലെയുള്ള ഒരു മെമ്പറുള്ള ഒരു 3-അംഗ ഒരു ഫാക്ഷനായിട്ട് തന്നെ ഇവർ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് ക്രിയേറ്റീവ് ടീം നിലവിൽ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ മാറ്റങ്ങൾ വരാനും സാധ്യത ഉണ്ട് എന്നുള്ളത് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലെ ഇവരുടെ ഒരു ഭാവി പദ്ധതികളൊക്കെ ഫൈറ്റ്ഫുൾ സെലക്റ്റിന് ലഭിച്ചത് അനുസരിച്ച് ഈ 3 പേരുടെ ഒരു ഫാക്ഷനായിട്ട് തന്നെ ഇവർ മുന്നോട്ട് പോകുകയും സെത്തിൻ്റെയും ബ്രോൺ ബ്രേക്കറിൻ്റെയും സ്റ്റോറി ആ ഒരു സ്റ്റോറി തന്നെയായിരിക്കും ഈ ഫാക്ഷൻ്റെ സ്റ്റോറിയാക്കി അവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ളതും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു മെമ്പർ വരാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു മെമ്പർ വരും. സാമി സെയിൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് പുതിയൊരു മെമ്പറായിട്ട് ഉടനെ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു റൂമേഴ്സിനെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയാണ് ഫൈറ്റ്ഫുൾ സെലക്റ്റിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നിലവിലെ പ്ലാൻ മാത്രമാണ്. ഇനി വരുന്ന മാസങ്ങളിൽ ഈ പദ്ധതികളിൽ മാറ്റം കൊണ്ടുവന്നേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.